സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജ്യോതിർ ഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത്, ഇതിപ്പോൾ കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന മറ്റൊരു സംസ്ഥാനമായ കർണാടകത്തിൽ ഇതാ ഒരു മുഖ്യമന്ത്രി നാടകം അതായത് ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹം പദവി ഒഴിയുന്നു, അടുത്ത മറ്റൊരു മുഖ്യമന്ത്രിക്ക് സ്ഥാനാരോഹണം ഉണ്ടാകാൻ പോകുന്നു. കോൺഗ്രസ് വളരെ കഷ്ടപ്പെട്ടാണ് കർണാടകത്തിൽ ഈ ഭരണം തിരിച്ചു പിടിച്ചത്. അത്രയും ശക്തിയായിട്ട് BJP അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും BJP വളരെ ശക്തി പ്രകടിപ്പിക്കുന്ന ഒരു സംസ്ഥാനം കൂടെയാണ്. സർ, കർണാടകത്തിൽ ശരിക്കും ഇപ്പോൾ അരങ്ങേറുന്ന ഈ നാടകം ഒരു ശുഭ പര്യവസായിയായി, അതായത് ശുഭ അന്ത്യം ഉണ്ടാകുമോ ഈ നാടകത്തിന്? സിദ്ധരാമയ്യ എന്ന മുഖ്യമന്ത്രി രാജിവെക്കുന്നു, ശിവകുമാർ എന്ന പുതിയ മുഖ്യമന്ത്രി വരാൻ പോകുന്നു. സർ, ഒന്ന് പറയാവോ, ഒന്ന് ചുരുക്കി പറയാവോ ഈ നാടകം എന്തായിത്തീരും? ഇപ്പൊ നമ്മൾ കേരളത്തിലെ മുഖ്യമന്ത്രി നാടകം കണ്ടതിന് ശേഷം നമ്മൾ കാണുന്ന ഒരു രണ്ടാഴ്ചക്ക് അകം കാണുന്ന രണ്ടാമത്തെ നാടകമാണ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിലെ മുഖ്യമന്ത്രി നാടകം രണ്ടാമത്. ഇത് രണ്ടും സൂചിപ്പിക്കുന്നത്, അതായത് കേരളത്തിലെ നാടകമാണെങ്കിലും ഇപ്പോൾ കർണാടകത്തിൽ അരങ്ങേറുന്ന നാടകമാണെങ്കിലും സൂചിപ്പിക്കുന്നത് കഴിവില്ലാത്ത കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാവമാണ്. നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി വേണം. ആ തീരുമാനം എടുക്കുന്നത് ഏതെങ്കിലും ഒരു തീരുമാനം എടുത്താൽ പോലെ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ ഹിതം മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ആ ജനങ്ങളുടെ ക്ഷേമത്തെ മുൻനിർത്തി ഒരു നയപരിപാടി രൂപീകരിക്കുകയും അതനുസരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷിയുള്ള വ്യക്തിയൊക്കെ ആരാണെന്ന് തിരിച്ചറിഞ്ഞ്, ജനപ്രിയനാണ് ആരാണെന്ന് തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നൊരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവിടെ പാർലമെന്ററി പാർട്ടിയുടെ നിലപാട് അറിയേണ്ടതുണ്ട്, ജനങ്ങളുടെ നിലപാട് അറിയേണ്ടതുണ്ട്. കാരണം ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഒരുപാട് ഘടകങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിന്റെ നല്ല ഉദാഹരണമാണ്. 63 MLA തെരഞ്ഞെടുത്തിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരു KC വേണുഗോപാലിനെയാണ് ഭൂരിഭാഗം MLA തിരഞ്ഞെടുത്തത്. അപ്പൊ ഇതൊക്കെ ഇത്തരത്തിലുള്ള ജനാധിപത്യ സംവിധാനത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുള്ള അനാരോഗ്യകരമായ പ്രവണതകൾ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കാഷ്വാലിറ്റി ആവുന്നത് ജനാധിപത്യ സംവിധാനമാണ്. ഇപ്പൊ കർണാടകത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കർണാടകത്തില് BJP അവിടെ വളരെ ശക്തമായിട്ട് നിന്നൊരു സാഹചര്യത്തിലാണ് DK ശിവകുമാർ. അദ്ദേഹം അവിടുത്തെ KPCC പ്രസിഡന്റായിട്ട്, അതായത് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് വരികയും അതിശക്തമായ രീതിയിൽ ഒരു പോരാട്ടവും അതോടൊപ്പം തന്നെ സംഘടനയെ വളരെയധികം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം നീങ്ങിയുണ്ടായി. അത് തീവ്രമായ ശ്രമമാണ്. തീർച്ചയായിട്ടും സിദ്ധരാമയ്യയും അവിടുത്തെ ഒരു പോപ്പുലർ ഫേസ് ആണ്. വിശേഷിച്ചും അവിടുത്തെ ഈ ബാക്ക്വേർഡ് ക്ലാസിന്റെ ഇടയ്ക്കും അതേപോലെ SC/ST വിഭാഗത്തിന്റെ ഇടയ്ക്കും പിന്നോക്ക വിഭാഗങ്ങളുടെ എല്ലാ തരത്തിലുള്ള പിന്നോക്ക വിഭാഗങ്ങളുടെ ഇടയ്ക്കും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കുറുബാസ് സമുദായത്തിൽപ്പെട്ട അംഗമാണ് ഈ സിദ്ധരാമയ്യ. അദ്ദേഹം പോപ്പുലാരിറ്റിയുടെ കാര്യത്തിൽ വളരെ മുമ്പിലാണ്. അതേസമയം സംഘടനയെ വളരെയധികം ഒരു നിർജീവമായി കോൺഗ്രസ് സംഘടനയെ വളരെ ശക്തമായിട്ട് കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് സാമ്പത്തികമായിട്ട്, കാരണം DK ശിവകുമാറിന്റെ സാമ്പത്തിക സ്രോതസ്സിന്റെ കുറവില്ല. അതേപോലെ തന്നെ കോൺഗ്രസ് വളരെയധികം ക്രൈസ്തവകൾ നേരിട്ട സമയത്ത്, അഖിലേന്ത്യാ തലത്തിൽ പോലും ക്രൈസ്തവ നേരിട്ട സമയത്ത് ഈ റിസോർട്ട് രാഷ്ട്രീയത്തിൽ തുടക്കം കുറിച്ചതും ഒക്കെ ഈ DK ശിവകുമാറാണ്. പിന്നെ DK ശിവകുമാറിന്റെ പ്രത്യേക രീതിയിൽ യുവാക്കളെയൊക്കെ ഇളക്കി വിടുകയും അവിടുത്തെ വോട്ടർമാരെ, കോൺഗ്രസ് പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസിനെയൊക്കെ ഉത്തേജിപ്പിച്ചൊരു നേതാവ് കൂടിയാണ് DK ശിവകുമാർ. അപ്പൊ തുടക്കത്തിൽ തന്നെ ഈ ഒരു വലിയൊരു പ്രശ്നമുണ്ടായി. അന്നും ഒരു വ്യക്തമായ തീരുമാനം എടുക്കുക, ഒന്നുകിൽ 5 വർഷത്തേക്ക് സിദ്ധരാമയ്യക്ക് മുഖ്യമന്ത്രിയായിട്ട് കൊടുക്കുക, അതല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ വീതം വയ്ക്കുക. ചില സന്ദർഭങ്ങളിൽ അതിന് വേണ്ടി വരും. അങ്ങനെ വീതം വെക്കുകയാണെങ്കിൽ അത് കൃത്യമായി നടപ്പിലാക്കുക. ഇത് ഇപ്പൊ 3 വർഷം, 23-ലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഇപ്പൊ 3 വർഷമായി സിദ്ധരാമയ്യ ഇന്നലെ രാവിലെയാണ് രാജി സമർപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 2.5 വർഷമാവുന്ന സമയത്ത് അത് രാജി സമർപ്പിച്ചിട്ട് വളരെ അന്തസ്സോടുകൂടി അദ്ദേഹം മാറി DK ശിവകുമാറിനെ മുഖ്യമന്ത്രി ആക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ സംഭവിക്കുന്നത്
അതല്ല. വീണ്ടും സിദ്ധരാമയ്യ ഒഴിയാൻ തയ്യാറായില്ല. ഒടുവിൽ അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ഒരു കൂടുതൽ ബന്ധമുണ്ട്. ആ ഒരു ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ 6 മാസം വരെ നീണ്ടുപോയത്. കാരണം സിദ്ധരാമയ്യ രാഹുൽ ഗാന്ധിയിലാണ്, മറിച്ച് ഡി കെ ശിവകുമാറിന് സോണിയാഗാന്ധിയും അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തില് രാഹുൽ തന്നെ കൈവിടില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് സിദ്ധരാമയ്യ കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ ആദ്യം മുഖ്യമന്ത്രി സ്ഥാനം നിശ്ചയിച്ച സമയത്ത് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും കൂടെ കേന്ദ്ര നേതൃത്വത്തിന് എഴുതി ഒപ്പിട്ട് കൊടുത്ത ഒരു കരാറുണ്ടായിരുന്നു, 2.5 വർഷം കഴിയുമ്പോൾ ഇറങ്ങിക്കൊള്ളാമെന്ന്. അപ്പൊ അത് എടുത്തു കാണിച്ചപ്പോഴാണ് സിദ്ധരാമയ്യക്ക് നിവൃത്തിയില്ലാതെ വന്നു. മാത്രമല്ല രാഹുലും അപ്പോൾ കൈവിട്ടു. രാഹുൽ കൈവിടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി ആക്കിയില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ പണി അവിടെ കഴിയും. ഇപ്പം അതാണ് സംഭവിക്കുക. കാരണം ഡി കെ ശിവകുമാർ ഇവിടെ അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അവിടെ പിളരും. പിളർന്നു കഴിഞ്ഞ ഒരു ഭാഗം തീർച്ചയായിട്ടും ബി ജെ പിയിലേക്ക് പോവുകയും ബി ജെ പി അതിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ബി ജെ പി അതുകൊണ്ടാണ് ഗവർണറോട് പറഞ്ഞു വേഗം സ്ഥലം വിട്ടോളം പറഞ്ഞു, അവിടെ നിന്ന് സ്ഥലം കാര്യമായിട്ടോളം പറഞ്ഞു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ടൈം ഇങ്ങനെ എന്താ പറയാ സമയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അടി ഒന്ന് മൂത്തിട്ട് ഒരു വിഭാഗം ഒന്ന് വളർന്നു വരുമ്പോഴത്തേക്ക് രംഗപ്രവേശനം ചെയ്യാൻ. മാത്രമല്ല വളരെ ഗംഭീരമായ വിജയമാണ് കോൺഗ്രസ് നേടിയത്. 224 അംഗ നിയമസഭയില് 136 അംഗങ്ങളുമായിട്ടാണ് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്നത്. ഇതിനകത്ത് നിയമസഭാ കക്ഷിയിൽ ഏതാണ്ട് 80 അംഗങ്ങളോളം ഇപ്പോഴും ഈ സിദ്ധരാമയ്യയെ അനുകൂലിക്കുന്നവരാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു നിയമസഭാ അംഗങ്ങളുടെ ബലത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ സിദ്ധരാമയ്യ പിടിച്ചു തൂങ്ങിന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ബാക്കിയുള്ള അംഗങ്ങളുമായിട്ട് ശിവകുമാർ പുറത്തേക്ക് പോകും എന്നുള്ളത് ഉറപ്പായിരുന്നു. ഇപ്പോൾ പോലും സിദ്ധരാമയ്യ സംസ്ഥാന രാഷ്ട്രീയം വിടാൻ തയ്യാറായിട്ടില്ല. കാരണം പിന്നെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാക്കാമെന്നും രാജ്യസഭാ അംഗത്വം നൽകാമെന്നും കേന്ദ്ര നേതൃത്വത്തിലേക്ക് മാറണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ സിദ്ധരാമയ്യ പറഞ്ഞു നോ, വളരെ സിമ്പിളാണ്, നോ, എനിക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പൊ അവിടെ കർണാടകത്തിൽ തുടരാൻ നിശ്ചയിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കാണുന്നത് അവിടെ അധികാര വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ യതീന്ദ്ര അദ്ദേഹത്തിന്റെ മകൻ യതീന്ദ്ര സിദ്ധരാമയ്യ, അതായത് സിദ്ധരാമയ്യയുടെ മകനെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അതേപോലെ തന്നെ പരമേശ്വരെ ആഭ്യന്തരമന്ത്രിയെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കാരണം 3 ഉപമുഖ്യമന്ത്രിമാർ വരെ ഉണ്ടാവണം, തന്റെ 10ഓളം അംഗങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്നുള്ള കടുംപിടുത്തത്തിലാണ് ഇപ്പോ സിദ്ധരാമയ്യ ഉള്ളത്. അപ്പൊ സിദ്ധരാമയ്യ ഇപ്പൊ കേരളത്തിലെ അതേ അവസ്ഥയാണ്. പിന്നെ വി ഡി സതീശന്റെ മന്ത്രിസഭയിൽ കെ സി വേണുഗോപാൽ എങ്ങനെയാണോ തന്നെ പിന്തുണച്ചവരെ തള്ളിക്കയറ്റിയത്, അതേപോലെ സിദ്ധരാമയ്യ കർണാടകത്തിലും തന്റെ ആൾക്കാരെ അതിനകത്ത് കുത്തിത്തിരിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഡി കെ ശിവകുമാറിന്റെ അവസ്ഥ വീണ്ടും പരിഗണിലാവും. ഇതിന്റെ ചുരുക്കത്തിൽ കോൺഗ്രസ് കർണാടകത്തില് ഒരു അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഒരു പിളർപ്പിലേക്ക് പോകാവുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതും ഈ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ അതല്ലെങ്കിൽ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം ഈ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോയി. കാര്യം ഈ കഴിഞ്ഞ 2.5-3 വർഷവും ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിലുള്ള ശീതസമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 6 മാസമായിട്ട് ഈ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള അതിതീവ്രമായ ഒരു യുദ്ധം തന്നെ കർണാടകത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അതുമാത്രമല്ല, വളരെ ഈ കോൺഗ്രസ് ഗവൺമെന്റ് ഒരുപാട് ഈ പറഞ്ഞ 5 ഗ്യാരണ്ടി പ്രോഗ്രാംസ് ഒക്കെ വന്നതാണ്. അത് ചിലതൊക്കെ നന്നായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. എങ്കിലും പഴയ പോപ്പുലാരിറ്റി ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനും അല്ലെങ്കിൽ പൊതുവെ കിട്ടിയിരിക്കുന്ന ലഭ്യമായിരിക്കുന്ന വിവരമൊന്നുമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പൊ ഡി കെ ശിവകുമാറിനെ ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യവും വന്നിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു ക്ഷയമാണ് നമ്മൾ കർണാടകത്തിലും കാണുന്നത്. സാർ, അപ്പോ ഇതിന്റെ ഞാൻ സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ് സാർ. അതായത് ഇതിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കാനുള്ളത്, ഇപ്പോൾ ഡി കെ ശിവകുമാറിനെ ചിലപ്പോൾ മുഖ്യമന്ത്രി ആയില്ല അല്ലെങ്കിൽ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ പിളർപ്പിലേക്ക് കോൺഗ്രസ് പോകുമോ?
അത് BJPക്ക് നേട്ടമായി തീരാൻ ഇപ്പോൾ തന്നെ സാധ്യതയുണ്ടോ എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ DK ശിവകുമാർ മുഖ്യമന്ത്രി ആകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ പിന്നെ സിദ്ധരാമയ്യെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം സിദ്ധരാമയ്യ ഈ പിന്നോക്ക വിഭാഗക്കാരുടെയും ദളിത് വിഭാഗക്കാരുടെയും ഒക്കെ ഇടയിൽ ഭയങ്കര സ്വാധീനമുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ സാറ് പറയുന്നത് സാറ് പറയുന്നത് സിദ്ധരാമയ്യയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന MLA മാരും ചിലപ്പോൾ BJPയിലേക്ക് പോകാമെന്നാണോ? നമുക്കത് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് കർണാടകത്തിലെ പൊളിറ്റിക്സ് നീങ്ങുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇപ്പോഴും വളരെ ഫ്ലൂയിഡ് ആയിട്ട് നടക്കുന്ന സിറ്റുവേഷനാണ്. ഇപ്പോഴും നമ്മളെ മുഖ്യമന്ത്രി DK ശിവകുമാർ അധികാരത്തിൽ ഏറ്റിട്ടില്ല, ഏക്കും എന്ന് തന്നെയാണ് കാര്യം. പിന്നെ സിദ്ധരാമയ്യ കൊടുത്തിരിക്കുന്ന രാജി ഗവർണർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയാണ് ഇപ്പം സിദ്ധരാമയ്യ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം സജീവമായിട്ട് കർണാടക രാഷ്ട്രീയത്തിൽ ആക്റ്റീവ് ആകുമെന്നുള്ളതിന്റെ തുറന്ന പ്രഖ്യാപനമാണ്. അപ്പൊ സിദ്ധരാമയ്യ കർണാടകത്തിൽ ആക്റ്റീവ് ആകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ DK ശിവകുമാർ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ തലവേദന എന്ന് ചുരുക്കം. ഈ രണ്ട് നേതാക്കന്മാർ തമ്മിൽ തലവേദനയും പരസ്പര യുദ്ധമാകുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ ഒരു പിളർപ്പ് അനിവാര്യമായിട്ട് വരും. ആ പിളർപ്പിന്റെ സാധ്യതയെ നോക്കിയിരിക്കുകയാണ് BJP. തീർച്ചയായിട്ടും. ഏതായാലും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കാത്തിരിക്കാം അല്ലേ സാർ? കുറച്ചുകൂടെ ഒന്ന് കാത്തിരിക്കാം. തീർച്ചയായിട്ടും കാത്തിരിക്കാം. പക്ഷെ ഇതിനകത്ത് സിദ്ധരാമയ്യ കേന്ദ്ര നേതൃത്വത്തിലേക്ക് പോയില്ല എങ്കിൽ സംസ്ഥാനത്ത് അടി ഉറപ്പാ. സംസ്ഥാനത്ത് അടി ഉറപ്പാണ്. എന്താ സാർ, അടി തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായും നമുക്ക് കാത്തിരിക്കാം. ഇതിന്റെ അപ്ഡേറ്റ്സുമായി നോക്കിയിരിക്കാം. താങ്ക് യു സാർ. താങ്ക് യു.